ഇപ്പൊ കണ്ടില്ലേ? ഇപ്പൊ ഇവരിങ്ങനെ ആത്മീയ ചൂഷണത്തിനെതിരെ അത് പറയാൻ എന്ത് ധാർമ്മികമായ യോഗ്യതയോടോ എപ്പി സമസ്തക്കാരെ ഇങ്ങക്കുള്ളത്? നമ്മളെ പണ്ടത്തെ ഒരാളുണ്ടല്ലോ, മറന്നില്ലല്ലോ നിങ്ങള്, നമ്മളെ മീൻ പൊരിക്കാൻ പോയ ആളുണ്ടല്ലോ, മീൻ പൊരിക്കാൻ പോയൊരു ചങ്ങായി, നമ്മളെ അൻസാരിക്കുട്ടൻ സുഹിരി, എളുപ്പല്ലേ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. മൂപ്പര് ഫ്രീസറിൽ മീൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 2 മീനും കൂടി വെച്ചിട്ടുണ്ട്, ചീഞ്ഞിട്ടുണ്ടാവുകയാണോ ഒന്ന് നോക്കണത് നല്ലതാ അൻസാരിയെ. മൂപ്പരിപ്പണ്ട് ഇറങ്ങിക്കണം. അതായത് ഇത്രമാത്രം മാന്തളിന്റെ കണ്ണ് എന്നൊക്കെ പറയില്ലേ സാധാരണക്കാര്, ഇരട്ടത്താപ്പ്, ഏകപക്ഷീയമായ നിലപാട്. ഓപ്പോ ഇറങ്ങിയിട്ട് ചോദിക്കുക, ആത്മീയതക്ക് എന്തിനാടോ പ്രമോഷൻ? നേരത്തെ അൻവരി ഉസ്താദ് പറഞ്ഞില്ലേ, ഇവിടെ ഏതൊക്കെയോ മജ്‌ലിസ് നടക്കുന്നുണ്ട്, ഞമ്മക്കിപ്പോ ആ മജ്‌ലിസുമായിട്ട് ബന്ധമോ കാര്യങ്ങളോ ഞമ്മക്കില്ല. അതേസമയം അതിൽ നടക്കുന്ന വിഷയങ്ങൾ, അതിന്റെ കൊടിമരത്തെ, അവിടെ നടക്കുന്ന പരിപാടിയുടെ ഓൺലൈൻ പ്രഭാഷണങ്ങളെ, അതിൽ നടന്ന അത്ഭുതങ്ങൾ അവർ പറയുന്നു, അവിടെ നടന്ന സംഭവങ്ങൾ പറയുന്നു. അതിനെ പറ്റിയിട്ട് ഇപ്പം ചോദിക്കുക, ആത്മീയതക്ക് എന്തിനാടോ പ്രമോഷൻ? അത് പ്രമോഷന്റെ ആവശ്യമുണ്ടോ? അത് നല്ലൊരു ഡോക്ടറാണെങ്കിൽ ആൾക്കാർ അവിടെ അങ്ങനെ വരൂലേ? വണ്ടി നിൽക്കാൻ വെക്കാൻ പിന്നെ സ്ഥലം ഉണ്ടാവോ? ജന ബാഹുല്യാവൂലേ? അതിന് പ്രമോഷന്റെ ആവശ്യമുണ്ടോ? ആരാ ചോദിക്കണത്? അൻസാരി ചോദിക്കുക. ഞങ്ങളെ ചോദ്യം എന്താണെന്നറിയോ? ഇത് പറയാൻ അൻസാരി ആരാ? അൻസാരി പേരോടിന്റെ വലങ്കയ്യ. ഞങ്ങൾ പറഞ്ഞതല്ലോ. മൂപ്പര് ഇവിടെ പോവുക, എവിടെ? കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ പോയിട്ട് അവിടെ നിന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടല്ലോ. പിന്നെ ഈ നയൽവാദിയായ ചെങ്ങാതിയെ, ഈ ദജ്ജാലായ മനുഷ്യനെ സ്വീകരിക്കണ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടല്ലോ. അയാളെങ്ങനെ ഉസാറാക്കിയിട്ട് പിന്നെ അയാളെ പറ്റി പറയണൊക്കെ ഉണ്ടല്ലോ. മൂപ്പരെ പ്രസംഗം കേട്ടിട്ടാണ് നമ്മള് ദർസി രംഗത്തേക്ക് തന്നെ ഇറങ്ങിയെന്നാ പറയണ. ആര്? അൻസാരി. അപ്പൊ ഒഴിച്ചുകൂടാനാകാത്ത ആത്മീയ നേതൃത്വമാണല്ലോ പേരോട്. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ഈ പേരോടിനെ ആത്മീയ നേതാവായി അംഗീകരിക്കുന്ന, പേരോടിനെ വാനോളം പുകഴ്ത്തുന്ന ഈ അൻസാരിക്കുട്ടന് എങ്ങനെ ഇത് പറയാൻ കഴിയും? ആദ്യമാളൊന്ന് പറയട്ടെ, വെച്ചുകൊടുക്ക. വർഷങ്ങളായിട്ട് ക്യാൻസർ ആയിരുന്നു സഹോദരിക്ക്. ആ സഹോദരി ഇത് കണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ ആളുകളെ കൊണ്ട് പറഞ്ഞ് പ്രൊമോഷൻ ചെയ്യിക്കുക. എന്തിനാണ് ഈ ആത്മീയതക്ക് പ്രൊമോഷൻ? ഒരു ഡോക്ടർ നല്ല ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടറിന്റെ ആളുകൾ വന്ന് കൂടൂലേ? ആ പരിസരത്ത് നിൽക്കാൻ പറ്റുമോ? വണ്ടി വെക്കാൻ, വാഹനം വെക്കാൻ സ്ഥലം ഉണ്ടാവുമോ? കംപ്ലീറ്റ് ആളായിരിക്കും അവിടെ, ജനനിബിഡമായിരിക്കും ആ ഡോക്ടറിന്റെ കഴിവില്, അല്ലെ? അങ്ങനല്ലേ? ആത്മീയ മജ്‌ലിസിൽ അദ്ദേഹം നല്ല ചികിത്സാരിയാണെങ്കിൽ, വിശുദ്ധമായ ഖുർആൻ കൊണ്ട് നന്നായിട്ട് ചികിത്സിക്കുന്ന ഒരാളാണ് എങ്കിൽ, അതിന് ആളുകൾക്ക് രോഗശാന്തി കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായ ആളുകൾ അവരുടെ വന്നു കൊണ്ടുകൂടും. എന്തിനാണ് ഈ പ്രൊമോഷൻ? ഞാൻ ക്യാൻസർ മാറ്റി കൊടുത്തു, ഞാൻ ചോറി മാറ്റി കൊടുത്തു, വർഷങ്ങളായിട്ട്. എന്തിനാണ് ഇത് പറയുന്നത്? എന്താണ് അതിന്റെ പിന്നിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് ആത്മീയതക്ക് എന്തിന് പ്രൊമോഷൻ? നിങ്ങൾ നല്ല വ്യക്തിത്വങ്ങളാണെങ്കിൽ അള്ളാഹു ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനം തരും. കണ്ടോങ്ങള്, ആത്മീയതക്ക് എന്തിനാ പ്രൊമോഷൻ? ഇങ്ങനെ ഖുർആൻ കൊണ്ട് ചികിത്സിക്കണ ആളൊക്കെ ആണെങ്കിൽ അതിങ്ങനെ പ്രചരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആൾക്കാരങ്ങോട്ട് ഒഴുകൂല, അവിടെ ജനനിബിഡാവൂലേ എന്നാണ് ചോദിക്കണത്. ക്യാൻസർ മാറ്റിക്കൊടുത്ത്, വയറുവേദന മാറ്റിക്കൊടുത്ത്, കാലിന്റെ മുട്ടുമലത്തെ വേദന മാറ്റിക്കൊടുത്ത്, ആ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടായി. ഇതൊക്കെ ഇപ്പൊ അതിൽ പെടുമല്ലോ. ഇതൊക്കെ എന്തിനാ നടത്തണത്? അതൊക്കെ അള്ളാഹ് ആൾക്കാരെ കൽബിലുണ്ട് കബൂലിയത്ത് കൊടുക്കൂലേന്ന്. അല്ല അൻസാരി, ഞാൻ വളരെ മാന്യമായിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട അൻസാരി കുട്ട, മാന്യമായ ഭാഷയിൽ ഞാൻ ചോദിക്കുന്നു, ഇത് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത്? നിങ്ങൾ അംഗീകരിക്കണം, നിങ്ങൾ ആത്മീയ നേതാവല്ലേ പേരോട്. ഈ പേരോടിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്താ വായ തുറക്കാത്ത? നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ എങ്ങനെ നോക്കോ? അവിടെ ആ തങ്ങള്, ഇവിടെ ഈ തങ്ങള്, മറ്റവിടെ ജിന്ന് ചികിത്സ, മറ്റിവിടെ ഇൻസ് ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾ ഇടപെടണമെങ്കിൽ ആദ്യം നിങ്ങളെ കുടുംബത്തെ കാര്യം ശരിയാക്കണോ? നിങ്ങൾ അടുക്കള ശരിയാക്കിയിട്ടല്ലേ അയൽവക്കത്തേക്ക് പോകല്? പിന്നെ ഉളുപ്പില്ലാത്ത കൗമേ, ഇരട്ടത്താപ്പ്, ദുൽവജ്ഹൈൻ, ഇരട്ട മുഖം, അത് പാടുണ്ടോ? അതിനെവിടെ ഞങ്ങളെ പേരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പേരോട് പറഞ്ഞിട്ടുണ്ടോ? പേരോടിനെ പോലെ ഇങ്ങനെ പ്രൊമോഷൻ നടത്തിയൊരു ചെങ്ങായിനെ സമകാലിക കേരളം വേറെ കണ്ടിട്ടുണ്ടോ?
പേരോട് നടത്തുന്ന അവകാശവാദങ്ങൾ കേട്ടു നോക്കിയങ്ങള്. അല്ല വലിയ വലിയ ബടായികളല്ലേ വെച്ചുകൊടുക്ക്. വില്യാപ്പള്ളിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നു. ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോ അദ്ദേഹം വന്ന് നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കാൻ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെ ഒരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടിയുടെയും ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ കുട്ടി വയറ്റിലുള്ള സമയത്ത് ഡോക്ടർമാർ ഈ കുട്ടിയെ എടുത്തു കളയണം എന്ന് പറഞ്ഞതായിരുന്നു. നിങ്ങളോട് വന്ന് ഞങ്ങൾ ആ സങ്കടം പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു എടുക്കണ്ട, ഞാൻ ദിക്ർ തരാം. അങ്ങനെ ദിക്ർ തന്നു. അൽഹംദുലില്ലാഹ്, ഒരു പ്രശ്നമില്ലാതെ ആ കുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു. ഉസ്താദെ, കുഞ്ഞിനെ കാണിച്ചു തരാൻ വന്നതാണ് എന്ന് പറഞ്ഞ ആ കുട്ടിയെ കൊണ്ടുവന്ന് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ മന്ത്രിച്ചു കൊടുത്തു. ആ കുട്ടിയും അദ്ദേഹവും തിരിച്ചു പോകുമ്പോ അദ്ദേഹത്തിന്റെ പേരും അഡ്രസ്സും ടെലിഫോൺ നമ്പറും സിറാജുൽ ഹുദയിൽ എഴുതി കൊടുത്തു. കണ്ടോങ്ങള്, ഈ കുട്ടിനെ വയറ്റിലുള്ള സമയത്ത് കുട്ടിനെ എടുത്തു കളയാൻ ആര് പറഞ്ഞു? ഡോക്ടർമാര് പറഞ്ഞു. ഡോക്ടർമാര് പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു, ആര്? ഈ ചെങ്ങായി, ഈ നയൽവാദി മൗലവി പറഞ്ഞു, ഈ ദജ്ജാല് പറഞ്ഞു, എന്തെന്ന് അതിങ്ങനെ എടുക്കൊന്നും വേണ്ട, അത് ഞാന് ദിക്ർ പറഞ്ഞു തരാന്ന്. എന്നിട്ടോ പിന്നെ ആ കുട്ടിനെ പ്രസവിച്ചു. അപ്പൊ ആ കുട്ടിനായിട്ട് കൊടുന്നതാണ്, കുട്ടിനെ കാണിക്കാൻ വന്നതാ. വന്നപ്പോഴോ മൂപ്പര് പറഞ്ഞിത്തരേ, കുട്ടിയുടെയും ഫോട്ടോ എടുക്കണം, കുട്ടിയുടെ വാപ്പാടിയും ഫോട്ടോ എടുക്കണം. അത് എന്തിനാ ഫോട്ടോ എടുക്കണത്? ഇത് പ്രമോഷൻ ആണോ? അല്ലേ സൂര്യേ, എന്റെ മീനൊക്കെ പൊരിക്കലൊക്കെ ഫ്രീസറിൽ 2 ദിവസം ഇരിക്കട്ടെ. ഇതിന് മറുപടി അറിയിച്ചു. ഇതിനൊന്നും എന്റെ നാവ് പൊന്താറില്ലേ? ഇതെന്താ ഈ ഒറ്റക്കണ്ണ മാത്രം എനിക്കുള്ളൂ? എന്റെ സംഘടനയായിട്ട് ബന്ധപ്പെടാത്ത, നീയായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരെ അന്യന്റെ അയൽവക്കത്തെ അടുക്കളയിലെ കാര്യം നോക്കണതിന് മുമ്പ് സ്വന്തം അടുക്കള ശരിയാക്കുമോനെ? അത് ആദ്യം ശരിയാക്കണ്ടേ? എന്റെ ആത്മീയ നേതാവല്ലേ പേരോട്? ഈ പേരോട് നടത്തുന്ന ഏറ്റവും വലിയ ആത്മീയ ചൂഷണം. എത്ര കുട്ടി മക്കളില്ലാത്തവർക്ക് മുപ്പര് മക്കളുണ്ടാക്കി കൊടുത്തിക്കണ്. ആ പ്രമുഖ ഗൈനോക്കോളജിസ്റ്റ് കേന്ദ്രല്ലേ കുറ്റ്യാടി സിറാജുൽ ഹുദ. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് ഇത്രമാത്രം കേരളത്തിലുടനീളം പ്രസംഗിച്ച വേറൊരു മൊയ്ലിയരുണ്ടോ? അവിടെ ഉണ്ടോ? അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ട് ചികിത്സ നടത്തിയിട്ട് ദിക്ർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്തിനാ പ്രൊമോഷൻ എന്നല്ലേ സുഹരി ചോദിച്ച്. എന്തിനാണോ പേരോട് ഇങ്ങനെ പ്രൊമോഷൻ നടത്തണത്? ഇതെന്താ പേരോടിന് പറ്റും, അമ്മായിയമ്മക്ക് അടുപ്പിലാണെങ്കിലും പറ്റും, മരോൾക്കാണെങ്കിലോ തൊടൂലാണെങ്കിലും പറ്റൂല. ഉളുപ്പിലടാ എങ്ങായിമാരെങ്ങൾക്ക്. എന്നിട്ട് ആത്മീയത കഥ പറയാ. ഇത് കേരളത്തിൽ മാത്രമല്ലല്ലോ, പേരോട് കേരളത്തിൽ മാത്രമല്ല, പേരോട് കേരളത്തിന്റെ പുറത്തു പോയിട്ടും പ്രമോഷൻ നടത്തില്ലേ? എങ്ങക്കറിയില്ലേ നമ്മളെ എയർപിന്ന് കറാമത്ത്? ആന്ന് എയർപിന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പാറ്റിന്ന് ചാടി സംഭവല്ലേ? ആ അത് എപ്പോഴും കേട്ടിട്ടില്ല, എന്നാലും ബർക്കത്തിനൊന്ന് കേട്ടോളൂ, വെച്ചു കൊടുക്ക്. അദ്ദേഹത്തിന്റെ ആ പെണ്ണിന്റെ ബാപ്പ 500 രൂപ സിറാജ് ഉപയോഗിച്ച് എയർപിൻ അങ്ങനെ തന്നെ കേറി വന്നിട്ട് വായി വിടാൻ പുറത്തു വെച്ചു. ബേജാറായി. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പെണ്ണിന്റെ ബാപ്പ 500 രൂപ സിറാജ് ഉപയോഗിച്ച് എയർപിൻ അങ്ങനെ കയറി വന്നിട്ട് നേരെ തന്നെ ചാടി പുറത്തേക്ക് 500 രൂപ നേർച്ചാക്കിയപ്പോ ഇത് പ്രമോഷനാണോ? ഇത് കേരളത്തിന്റെ പുറത്ത് പോയിട്ടാ, കായൽപട്ടണത്ത് പോയിട്ടാ ഈ ബടായി. നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് അതിപ്പോ ഞങ്ങൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിപ്പോ ഇത് ലൈവുള്ള പരിപാടി ഒന്നുമല്ല. പക്ഷെ അവിടെ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവരെ ഇത് ബടായി എന്ന് ബോധ്യപ്പെട്ട നമുക്ക് എടുത്ത് അയച്ചെന്ന്. പക്ഷെ അത് വേറെ ഇരിക്കട്ടെ, അത് കറാമത്ത് മോഷ്ടിച്ചാന്ന് നമുക്കറിയാം. അതായത് സ്വർണം മോഷ്ടിച്ചിട്ട് പലരും പിടിയിലായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത്, അതുപോലെ തന്നെ സ്വർണം കവർച്ച, ഇന്നാള് പിടിയിൽ. കറാമത്ത് മോഷണം പേരോട് പിടിയിൽ. അതാണ് കായൽപട്ടണത്തിൽ വെച്ചിട്ട് നിങ്ങൾ പിടികൂടിയത്. കറാമത്ത് മോഷ്ടിക്കുക, അത് ബഹുമാനപ്പെട്ട രാമന്തളി തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയത്തിൽ അവരെ സ്മരണികയിൽ രേഖപ്പെട്ട് കിടക്കണ വിഷയം അത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇങ്ങനെ ഈ പ്രമോഷൻ നടത്തണ എന്റെ സ്വന്തം നേതാവിനെ പറ്റി എനിക്ക് വായ തുറക്കാൻ പറ്റൂല്ലേ? അത് തുറന്നിട്ട് പോരടോ മറ്റുള്ളവരെ കഥ പറയല്. ആ ഏതായാലും ഈ സിറാജുദ്ദീൻക്കൊക്കെ പോയതല്ലേ, ഒരു ഉപദേശം എനിക്ക് കൊടുക്കായിരുന്നില്ലേ? നിനക്ക് മറുപടി അറിയേ. അതിന് വീട്ടിലിരിക്കണ ഭാര്യമാരെ ചീത്തറിട്ട് കാര്യമല്ല, ആദർശപരമായി എന്റെ അണ്ണാക്കിലേക്ക് ഇട്ടുന്ന ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട്. ഓർമ്മല്ലേ എനിക്ക്? എന്താ പിന്നെ എന്റെ ചീനാമുളകൊക്കെ ആയത്? അത് ചീഞ്ഞമുളകായി, മീനും ചീഞ്ഞോയി. ഇപ്പൊ എന്താ വന്ന ഊക്കൂസാറൊന്നും കാണുന്നില്ലല്ലോ. അത് മറക്കണ്ട, ഇങ്ങനെ ഇടക്കിടക്കാൻ ഓർമ്മപ്പെടുത്തി തരും. ആ അപ്പൊ കേരളത്തിലും കേരളത്തിന്റെ പുറത്ത് ഇനിയോ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്തരം വിഷയങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പ്രമോഷന് വേണ്ടിയിട്ട് പ്രത്യേകം പുസ്തകം അടിച്ചിറക്കിയ ഒരു ടീം ഏതാ? സിറാജുൽ ഹുദയും അത്ഭുതങ്ങളും.
ആ പുസ്തകം അടിച്ചിറക്കിയതാരാടോ? അന്റെ കുളിയൻറേ, അന്റെ ഈ നയൽവാദിയായ ആത്മീയ ആചാര്യനായി നീ കൊണ്ടു നടക്കുന്ന സാക്ഷാൽ പേരോട്ടുകാരൻ. അയാൾ എന്താ ചെയ്ത പണി? സുബ്ഹാന ജല്ല ജലാലു. അയാള് സിറാജുൽ ഹുദയും അത്ഭുതങ്ങളും എന്നിട്ട് പ്രമോഷന് വേണ്ടി അത് ദിക്ർ എഴുതി കൊടുത്തിട്ട് അത്ഭുതം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അനുഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെന്തിനാണോ ബുക്ക് അടിച്ചിറക്കണേ? അതിനെന്തിനാ ഈ പ്രമോഷൻ? ആത്മീയതക്ക് എന്തിന് പ്രമോഷൻ? സുഹിരി ചോദിക്ക, അങ്ങോട്ട് കുറ്റ്യാടിയിലേക്ക് തിരിച്ചേക്ക് അന്റെ മൈക്ക് ചോദിക്ക്, അതിന് മറുപടി ആദ്യം പറ, എന്നിട്ട് മറ്റുള്ളവർക്ക് നോക്കൈ. മറ്റുള്ളവർ ചെയ്യണ പ്രവർത്തനത്തിൽ അപാകതകൾ ഉണ്ടെങ്കിൽ വിമർശിച്ചോളൂ, പക്ഷേ അവനാന്റെ ഭാഗം ആദ്യം ക്ലിയർ ആക്കണ്ട സുഹിരി. അതല്ലേ മാന്യത? അതല്ലേ നിഷ്പക്ഷമതി ചെയ്യേണ്ടത്? അതല്ലേ നീതിപൂർവമായ സമീപനം? ഞങ്ങളെത്തുണ്ടോ? ആ ബുക്കുമായിട്ട് ബന്ധപ്പെട്ട ബുക്ക് വായിച്ചിട്ട് ഉണ്ടായ സംഭവം പേരോടുത വേറെ പുതിയ സംഭവം പറയാണ്, വെച്ചുകൊടുക്കിങ്ങള്. സിറാജുൽ ഹുദ സമ്മേളന ദിവസം ഞാൻ സിറാജുൽ ഹുദ അത്ഭുതങ്ങൾ എന്ന പുസ്തകം വാങ്ങി. സിറാജുൽ ഹുദ സമ്മേളനത്തിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ഉമ്മാന്റെ കയ്യിൽ നിന്നും കല്യാണത്തിന് പോയി തിരിച്ചു വന്ന് 2 വള കാണാൻ മേലുദ്ധരിച്ച പുസ്തകം സമ്മേളന സമാപന ദിവസം രാത്രി വായിക്കുകയും ഞാൻ 313 രൂപ സിറാജിലേക്ക് നേർച്ചയാക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ, എന്റെ സഹോദരന്റെ ചെറിയ മകൾ സ്വപ്നത്തിലൂടെ വളയുള്ള സ്ഥലം കാണുകയും രാവിലെ തന്നെ മറ്റൊരു വീട്ടിന്റെ മേലത്തെ റൂമിൽ വെച്ച് സ്വപ്ന ദർശനം കണ്ട പെണ്ണ് സാധനം എടുത്തു തരികയും ചെയ്തു. കണ്ടോ നിങ്ങള്? സിറാജുൽ അത്ഭുതങ്ങളെന്നുള്ള ബുക്ക് മേടിച്ചു, അത് കൊണ്ടുപോയി സമ്മേളനത്തിന് പോയപ്പോൾ മേടിച്ചതാണ്. എന്നിട്ട് കിടന്ന് ഉറങ്ങണ സമയത്ത് മറ്റേ സ്വർണം കാണാണ്ടായി, അപ്പൊ ഇത് വായിച്ചു, അങ്ങനെ നേർച്ചയാക്കി. എന്നിട്ട് ഇതാ അത് പുസ്തകത്തിൽ. ഇതൊക്കെ എന്തിനാ പുസ്തകം എഴുതിയിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കണം? എന്തിനാ പ്രമോഷൻ? എന്തിനാ പ്രമോഷൻ? ഇതെന്തിനാ പ്രചരിപ്പിക്കണേ? ആത്മീയതക്ക് എന്തിനു പ്രമോഷൻ? ഇതിഞ്ഞ് സലാത്തിന്റെ പേരിലോ? നിങ്ങളിപ്പോ അവിടെ ആ തങ്ങള് സലാത്ത് നടത്തണ്, ഇവിടെ ഇയാള് മറ്റേ ചികിത്സ നടത്തുന്നൊക്കെ നിങ്ങൾ പറയണ്ടല്ലോ. നിങ്ങളെ സലാത്ത് നഗർ, നിങ്ങളെ മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന മുഖ്യ കാര്യദർശി സാക്ഷാൽ മുട്ടിത്തങ്ങള്. നമുക്കറിയാലോ, ആ ചെങ്ങായി ആ യസീദിന്റെ ഫാൻസായ ആ ലക്ഷണം കെട്ട ഷിയാ ഫൈസിനെ പോറ്റി വളർത്തുന്ന മുട്ടിത്തങ്ങളില്ലേ മലപ്പുറത്തെ, അതൊക്കെ ആ പ്രയോഗം തന്നെ നടത്തും ഞങ്ങൾ. കാരണം എന്താ? അതിനൊക്കെ ഞങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്, മറുപടി കിട്ടേണ്ടതുണ്ട്. ഹുസൈനാര് തങ്ങളെ നിന്ദിക്കുമ്പോ നിങ്ങൾക്ക് ആർക്കും ഒരു വേദനയില്ല. സയ്യിദുനൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ആ ഹുസൈനാര് തങ്ങൾ പോയ പോക്ക് ആത്മഹത്യപരാണ്. ഒരു ചുണ്ടുളുമ്പലുമില്ല, ആർക്കും ഒരു വിഷമമല്ല. ഹുസൈനാര് തങ്ങൾ റളിയല്ലാഹു അൻഹു ആ പുന്നാര തങ്ങളുടെ ചുടുചുംബനം എമ്പാടും ഏറ്റുവാങ്ങിയ അവിടുത്തെ പുന്നാര പേരക്കിടാവിനെ സംബന്ധിച്ച് അവര് അടങ്ങുന്ന അഹ്ലുൽ അബാഇന്റെ ലീ ഖംസത്തുൻ നുത്ഫി ബിഹാ ഹർറൽ വബാഇൽ ഹതിമ എന്ന് തുടങ്ങുന്ന അഹ്ലുൽ അബാഇന്റെ മൗലിദിന്റെ തുടക്കത്തിൽ കാണുന്ന ബെയ്ത്തി എല്ലിയാൽ അതെന്നെ ഷിയ എന്നുള്ളതിന്റെ തെളിവ് എന്ന് പ്രസംഗിച്ച ഷിയാ ഫൈസി എവിടെ വെച്ചിട്ടാ പ്രസംഗം നടക്കുന്നത്? എവിടുന്നാ അത് പ്രചരിപ്പിക്കണത്? ആ ആളെ എവിടെയാ പോറ്റി വളർത്തുന്നത്? അതിനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. അതിന്റെ പുറമെ ഈ കഴിഞ്ഞ 2026 മാർച്ച് മാസത്തിൽ ഉമവിയ ഖിലാഫത്ത് എന്ന രൂപത്തിൽ കേരളീയ സമൂഹത്തിന് ഏറ്റവും ശാപം പിടിച്ച കൃതി ഈ മുട്ടിപ്പടി തങ്ങളുടെ നേതൃത്വത്തിൽ മഅദിനിന്റെ പ്രസിദ്ധീകരണ വിഭാഗം പുറത്തിറക്കിയ ഉമവിയ ഖിലാഫത്ത് എല്ലാ സഹായവും ഈ പേരോടും മുട്ടിത്തങ്ങളും കൂടി എല്ലാ നിർദ്ദേശവും കൊടുത്ത് ഈ ഷിയാ ഫൈസിയെ കൊണ്ട് ഹുസൈനാര് തങ്ങളെ അന്ന് യസീദിന്റെ പട്ടാളം ഇബ്നു സിയാദിന്റെ കാട്ടാളന്മാര് കാട്ടിക്കുട്ടിയ കാട്ടാളത്തം അതിനെ പൂർണ്ണമായി ന്യായീകരിച്ച് അങ്ങനെ ഹുസൈനാര് തങ്ങളെ കൊല്ലേണ്ടത് തന്നെയായിരുന്നു എന്ന് പച്ചയായി അതിന്റെ 225-ാമത്തെ പേജിൽ എഴുതി വെച്ച് മുസ്ലിം ഉമ്മത്തിന്റെ ഹൃത്തടത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ആ ഷിയാ ഫൈസിക്ക് എല്ലാ ഊടും പാവും നൽകിക്കൊണ്ടിരിക്കുന്ന സാക്ഷാൽ മുട്ടിത്തങ്ങൾ അയാള് നേതൃത്വം നൽകുന്ന മലപ്പുറം സലാത്ത് നഗർ, പേരന്ന സലാത്ത് നഗറ. ആ സലാത്തിന്റെ പേരില് അവിടെ ഉണ്ടായ അത്ഭുതങ്ങൾ വെച്ചിട്ട് ബുക്കിറക്കില്ല. നിങ്ങള് പെങ്ങളെ തങ്ങക്ക് ബുക്കിറക്കാം,
നിങ്ങളെ തങ്ങൾക്ക് അത്ഭുതങ്ങൾ പ്രസിദ്ധീകരിക്ക, നിങ്ങളെ തങ്ങൾക്ക് സലാത്തിൽ അത് പ്രചരിപ്പിക്ക, നിങ്ങളെ തങ്ങൾക്ക് അതിന്റെ എല്ലാ രൂപത്തിലുള്ള പ്രമോഷനും നടത്താ. അതിനൊരു കുഴപ്പമല്ലേ സുഹരി ഇങ്ങക്ക്? അതേസമയം മറ്റുള്ളവരുടെ അടുക്കളയിൽ നടക്കുന്ന കാര്യം എത്തി നോക്കുന്നതിന്റെ മുൻപ് സ്വന്തം പ്രസ്ഥാനത്തിന്റെ കാര്യം നോക്കടോ. അതല്ലേ മാന്യത? നടത്താൻ നിങ്ങൾക്ക് പറ്റണില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ മലപ്പുറം സലാത്തിന്റെ ഒക്കെ എത്ര മുമ്പുള്ള മമ്പുറം സലാത്ത്? മമ്പുറം സലാത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു പുസ്തകാരിൽ അടിച്ചിറക്കിയിരുന്നു, ഇങ്ങനെ ഒരു പ്രൊമോഷൻ നടത്തിയിരുന്നു. എന്തൊക്കെ സംഭവങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്, എവിടൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ സ്ഥാപനത്തിലാവട്ടെ, അവിടെ നടക്കുന്ന സലാത്ത് മജ്ലിസിലാവട്ടെ, ബുർദ മജ്ലിസിലാകട്ടെ, അതൊക്കെ നടക്കുന്നുണ്ടാവും. അതൊക്കെ ഇപ്പൊ എത്ര സ്ഥാപനത്തിൽ എന്തൊക്കെ നടക്കണ്. അതിനിവിടെ മറ്റാരും നടത്താത്ത പ്രമോഷൻ ഈ രൂപത്തിൽ ഇതിങ്ങനെ അതും ബിസിനസ് ആക്കി മാറ്റിയിട്ട് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഈ AP സമസ്തക്കാരെ പോലെ ഇങ്ങനെ പ്രമോഷൻ ടീം വേറെ ഏതാള്? എന്നിട്ട് ഇതൊക്കെ നിങ്ങൾ മൂടി വെക്കുക. നിങ്ങളെ തങ്ങൾക്ക് ഇതൊക്കെ നടത്താം. വേറെ ഉണ്ടല്ലോ, നിങ്ങൾ നടത്തണ കുറെ സലാത്തുകളൊക്കെ ഉണ്ടല്ലോ, അതിൽ അത്ഭുതങ്ങളുണ്ടല്ലോ. ഇതിപ്പോ സാമ്പിളിനാ. ഇനി ഇതിന്റെ പ്രതികരണമായിട്ട് നിങ്ങൾ വരും, ബാക്കി ഞാൻ അപ്പം വെച്ചുതരാം. നിങ്ങളെ പൂതിയുണ്ട് തീർത്തരാ. നിങ്ങൾ മറ്റുള്ളവരെ വിഷയത്തിൽ ഇങ്ങനെ ഇടപെടുക. ആത്മീയതക്ക് എന്തിനാ പ്രമോഷൻ? ഈ നടത്തുന്ന പണിയൊക്കെ എന്താ സുഹരി? ഈ മുട്ടിത്തങ്ങൾ നടത്തുന്ന പരിപാടി, ഈ പേരോട് നടത്തുന്ന ഏറ്റവും വലിയ 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 സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയുള്ള ചൂഷണങ്ങൾ, ആത്മീയ ചൂഷണം, ഇതിനെപ്പറ്റി എന്താ സുഹരിക്ക് പറയാനുള്ളത്? നമുക്കൊന്ന് കേട്ടോക്കാം. വെച്ചോടുക്ക. എന്ത് മാറിയ പരിപാടിയാണെന്ന് ഈ വൃത്തികെട്ട പരിപാടി. ഒരു മജ്ലിസിൽ എന്നിട്ട് കണുകണെന്ന് കിണിക്കുകയാണ്, എന്നിട്ട് അതെടുത്ത് പോസ്റ്റ് ചെയ്യാൻ. ഇതിനൊന്നും ദുൽഉഖലാ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ പെടുന്നതല്ല. നിങ്ങൾ ഇത് തങ്ങളാണ് മറ്റാണ് മറിച്ചാണ് പറയാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ പറയും. നിങ്ങൾ അങ്ങനെ കരുതിയാൽ മതി. എനിക്ക് എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. ഇതൊക്കെ മറ്റുള്ള മനുഷ്യന്മാർ കാണുകയല്ലേ. ഒരു തങ്ങളീയത്തുണ്ടെന്ന് പറയും, എന്തെല്ലാം കോപ്രായങ്ങളെ കാണിക്കുന്നത്. നമ്മുടെ മറ്റു തങ്ങന്മാർ ആരോടെങ്കിലും നമുക്ക് അത്തരത്തിലുള്ള ഒരു വിയോജിപ്പോ ഒരു അഭിപ്രായ വ്യത്യാസം നമ്മൾ പറയുന്നുണ്ട് ഇല്ല? എന്തുകൊണ്ട് അത് നിങ്ങൾ പറയില്ല? കാരണം എന്താ? നിങ്ങളെ വള്ള പ്രശ്ന. എന്റെ സംഘടന നിലനിൽപ്പാ. എനിക്ക് വ്യൂസ് കൂടുതൽ വേണം, എനിക്ക് പ്രേക്ഷകരെ കൂടുതൽ കിട്ടണം. അതിന് നിങ്ങൾ എന്ത് ഏറ്റവും വലിയ ആത്മീയ ചൂഷകരായ നിങ്ങളെ കൂട്ടത്തിലെ തങ്ങന്മാരെ തൊടാൻ എനിക്ക് ധൈര്യമില്ല. പേരോടിന്റെ ഈ ആത്മീയ ചൂഷണത്തിനെതിരെ സംസാരിക്കാൻ എന്റെ നാവ് പൊന്തുന്നില്ല. മുട്ടിപ്പടിയിലെ സ്വലാത്ത് നഗറിന്റെ പേരിൽ അടിച്ചിറക്കിയ പുസ്തകത്തെ കുറിച്ച് മിണ്ടുന്നില്ല. അതിനെനിക്ക് നാവില്ല. എന്നിട്ട് പറയണ എന്താ? അതൊന്നും ഈ ഉക്കലായിന് പറഞ്ഞ പരിപാടിയല്ല. ഞങ്ങളും പറയണത് ഈ പേരോടും ഈ പറഞ്ഞ മുട്ടിത്തങ്ങളൊന്നും അതൊന്നും ഉക്കലായിന്റെ കൂട്ടത്തിൽപ്പെട്ടാലൊക്കെ അന്യായമാണെന്നാണ് ആര് പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ല, ഇയാള് പറഞ്ഞല്ലോ. ഇപ്പൊ ഇതൊന്നും ഉക്കലായിന് പറ്റിയ പണിയല്ല. അപ്പൊ പിന്നെന്താ? ആ കയ്യാതി സാധനങ്ങൾക്ക് പിന്നെ ഇവർക്ക് പറ്റിയ പേര് മറ്റാണല്ലോ. എന്ത് നാറിയ പണിയാന്നാ ചോദിക്കണത്. അപ്പൊ ഇങ്ങളെ വിഷയങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ അതിനൊക്കെ മറക്കും. അതിനൊന്നും നിങ്ങൾക്ക് മറുപടി ഇല്ല. അതിനെപ്പറ്റി നിങ്ങൾ കണ്ടിട്ടേ ഇല്ല. മറ്റുള്ളവന്റെ ന്യൂനതയും മറ്റുള്ളവന്റെ കുറവുകളും അതിങ്ങനെ എത്തി നോക്ക. എന്താ ഉഷാറിങ്ങക്ക്? നിങ്ങളെ ഭാഗത്തുള്ളതൊക്കെ ഇങ്ങനെ മറച്ചു വെക്കുക. ഇതന്നെയല്ലോ നിങ്ങളെ പരിപാടി. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും